ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് റിയാക്ട് വെയിറ്റും ടെയിൽ വിൻഡും അതുപോലെ തന്നെ ടിൽറ്റ് ചേഴ്സുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇതിന് ടിൽറ്റ് കാർഡ് എന്ന് പേര് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ CMD അടിക്കുന്നു. അതിനുശേഷം റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാനായി റിയാക്ട് വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അതിൽ കയറി റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോഡ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. കൺട്രോൾ പാനൽ വന്ന് ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ പേര് വയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ടിൽറ്റ് കാർഡൻ തന്നെ പേര് കൊടുക്കുകയാണ്. ഫ്രെയിം വർക്ക് ഞാൻ റിയാക്റ്റും വേരിയൻറ്റ് ജാവാസ്ക്രിപ്റ്റും കൊടുക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഫോൾഡറിലാണ്. ഞാൻ പാത്തിലേക്ക് വരാനായി CD ടിൽറ്റ് കാർഡ് എന്നടിക്കുകയാണ്. അതിനുശേഷം NPM ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. നോഡ് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം കോഡ് ഡോട്ട് അടിച്ച് VS കോഡിലേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ VS കോഡ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ടെയിൽവിൻ ഇൻസ്റ്റാൾ ചെയ്യാനായി ടെയിൽവിൻ വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അതിനുശേഷം ആദ്യം വരുന്ന ലിങ്ക് കയറി ഇവർ പറയുന്ന സ്റ്റെപ്പുകൾ പോലെ രണ്ടാമത്തെ സ്റ്റെപ്പിലെ ആദ്യത്തെ കോഡ് കോപ്പി ചെയ്യണം. VS കോഡിലേക്ക് വന്ന് ടെർമിനലിലാണ് നമുക്കത് പേസ്റ്റ് ചെയ്യാനുള്ളത്. ടെർമിനൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇവിടെ ടെർമിനൽ ന്യൂ ടെർമിനൽ അടിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ടിൽഡ ഞെക്കിയതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കോഡ് ഞാൻ കോപ്പി ചെയ്യണം. അതിനുശേഷം അതും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ടെയിൽവിൻ കോൺഫിഗ് ഡോട്ട് JS എന്ന് പറയുന്ന ഒരു ഫയലിലൂടെ വന്നായിട്ട് കാണാം. അടുത്ത സ്റ്റെപ്പിൽ പറയുന്ന കണ്ടൻസിനകത്തുള്ളത് ഞാൻ കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം ടെയിൽവിൻ കോൺഫിഗ് JSനകത്തെ കണ്ടൻസിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡെക്സ് CSSൽ പേസ്റ്റ് ചെയ്യാനാണ്. അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇൻഡെക്സ് CSS സോഴ്സിനകത്താണുള്ളത്. സോഴ്സിനകത്ത് കയറി ഇൻഡെക്സ് CSSനകത്ത് ഓൾറെഡി കിടക്കുന്നതെല്ലാം ഞാൻ അവിടുന്ന് കളഞ്ഞ് ഇപ്പോൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ടെയിൽവിൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാൻ വേണ്ടി NPM റൺ ഡെവ് എന്ന് അടിക്കുകയാണ്. അതിനുശേഷം app.jsxനകത്തുള്ള വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് കളയുകയാണ്. app.cssനകത്തുള്ളത് മൊത്തം കളയുകയാണ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഡിവിന് വിഡ്ത്ത് ഫുള്ളും ഹൈറ്റ് സ്ക്രീനും കൊടുക്കുകയാണ്. അതിനുശേഷം അതിനകത്ത് ഞാൻ കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഡിവ് കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഡിവിന് ഞാൻ BG സിങ്ക് ഒരു 600 കൊടുക്കുകയാണ്. വിഡ്ത്ത് ഒരു 20 VWയും ഹൈറ്റ് ഒരു 60 VHും കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെൻറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഡിവിനകത്ത് ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റം സെൻറ്റർ കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് നടുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിൽറ്റ് JS ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുകയാണ്. കൺട്രോൾ ടിൽറ്റ് അടിക്കുകയാണ്. നമ്മുടെ ടെർമിനൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ C അടിച്ചതിന് ശേഷം Y അടിച്ച് എൻ്റർ അടിക്കുകയാണ്. ഇപ്പം നമ്മുടെ ടെർമിനൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ടിൽറ്റ് JS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി NPM ഇൻസ്റ്റാൾ റിയാക്ട് ടിൽറ്റ് സ്പേസ് റിയാക്ട് ബാർ ഡോം എന്നടിക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റർ അടിക്കുന്നു. ഇപ്പം നമ്മുടെ പാക്കേജ് ഡോട്ട് JSONനകത്ത് നോക്കിയാൽ ഡിപ്പെൻഡൻസീസിലായിട്ട് റിയാക്ട് ടിൽറ്റ് ഇൻസ്റ്റാൾ ആയതായിട്ട് കാണാം. ഇനി ഞാൻ app.jsxലേക്ക് വരികയാണ്. ഞാനിവിടെ കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിവ് മാറ്റിയിട്ട് ടിൽറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ടിൽറ്റ് റിയാക്ട് ടിൽറ്റിൽ നിന്ന് ഇമ്പോർട്ട് ആയിട്ട് കാണാം. ഇനി ഈ പ്രൊജക്റ്റ് ഓൾറെഡി ടെർമിനേറ്റ് ആയി പോയതുകൊണ്ട് റൺ ചെയ്യാനായി NPM റൺ ഡെവ് എന്നുകൂടെ അടിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കാർഡ് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറത്തേക്ക് മൗസ് മാറ്റിയാൽ അപ്പം തന്നെ അത് തിരിച്ചു പോകും. അപ്പം നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കാർഡ്സിന് ട്രാൻസിഷൻ ഡ്യൂറേഷൻ ഒരു 100ഉം ഈസ് ഇൻ ഔട്ടും കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് സ്മൂത്തായിട്ട് വരുന്നതും സ്മൂത്തായിട്ട് പോകുന്നതും കാണാം. ഞാൻ ജസ്റ്റ് അതിനകത്ത് ഒരു ഇമേജ് ടാഗ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഇമേജ് എടുക്കാനായി ./public/logo PNG എടുത്തിടുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ലോഗോ ഇവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.